ഇതാണ് ക്ലൈമറ്റ് കേട്ടോ. അപ്പൊ നമ്മള് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഫിയാണ്. ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്ന വയനാട് ബൈസിക്കിൾ ചലഞ്ച് KM ഹോളിഡേയ്സ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ റൂട്ടൊന്ന് റെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ റൈഡേഴ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ റൂട്ടിലെ കിലോമീറ്ററും റൂട്ടിലെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ റൈഡ് ഗൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് സ്ട്രാവ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ബൈസിക്കിൾ ഇവന്റുകളിൽ ഒന്നാണ് വയനാട് ബൈക്കേഴ്സ് ക്ലബിന്റെ ഐക്കോണിക് ഇവന്റായ വയനാട് ബൈസിക്കിൾ ചലഞ്ച്. വയനാട് ബൈസിക്കിൾ ചലഞ്ചിന്റെ 3rd എഡിഷനാണ് 2024 ഡിസംബർ 1 കൽപ്പറ്റയിൽ വെച്ച് നടക്കുന്നത്. ആ ചലഞ്ചിന്റെ റൂട്ട് റെക്കേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ റൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 4 കിലോമീറ്ററോളായി. ഇതാണ് ക്ലൈമറ്റ് കേട്ടോ. മുട്ടിൽ എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ വർഷത്തേക്കാൾ കൂടുതൽ മികച്ചതും മനോഹരവുമാണ് 3rd എഡിഷനിലെ ചലഞ്ച് റൂട്ടും അതുമായി ബന്ധപ്പെട്ട ക്ലബിന്റെ ഒരുക്കങ്ങളും. കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് സമ്മാനത്തുകയായ 1,40,000 രൂപയാണ്. കൽപ്പറ്റയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന റൈഡ് മുട്ടിൽ, മേപ്പാടി, ചുണ്ടേൽ, വൈത്തിരി, പൊഴുതനയും കഴിഞ്ഞ് മനോഹരമായ റൂട്ടിലൂടെ 50 കിലോമീറ്റർ പിന്നിട്ട് കൽപ്പറ്റ ടൗണിനടുത്താണ് ഫിനിഷ് ചെയ്യുന്നത്. 790 മീറ്ററാണ് ഈ ഒരു ചലഞ്ച് റൂട്ടിലെ ആകെ എലിവേഷൻ. നിങ്ങളൊരു പാഷനേറ്റ് ബൈസിക്കിൾ റൈഡർ ആണെങ്കിൽ മനോഹരമായ കാഴ്ചകളിലൂടെ കടന്നുപോകുന്ന വയനാട് ബൈസിക്കിൾ ചലഞ്ചിന്റെ 3rd എഡിഷനിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. കൂടെ നിങ്ങളോടൊപ്പം റൈഡ് ചെയ്യുന്ന സുഹൃത്തുക്കളെയും കൂട്ടിക്കോളൂ. നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും വയനാട് ബൈസിക്കിൾ ചലഞ്ച്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് നമ്മളെ ഫിനിഷിംഗ് പോയിന്റ് വരുന്നത്. ഏകദേശം കിലോമീറ്റർ വരുന്നത് 50 കിലോമീറ്ററിന് അടുത്ത് വരുന്നുണ്ട്.
ഇവിടെ നമ്മൾ ഫിനിഷിംഗ് കഴിഞ്ഞ് നേരെ KM ഹോളിഡേയ്സിലാണ്. അവിടെയാണ് ക്ലോസിംഗ് സെറിമണിയും കാര്യങ്ങളൊക്കെ, മെഡൽ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വരുന്നത് അവിടെയാണ്. അപ്പോൾ ഒരു നല്ല മനോഹരമായ റൂട്ടാണ്. ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മളെ കൽപ്പറ്റ ടൗണിലേക്ക് കേട്ടോ, നമ്മളൊരു ഹോട്ടലിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ റൈഡ് വഴി തിരിച്ച് നമ്മളെ KM ഹോളിഡേയ്സിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ക്ലോസിംഗ് സെറിമണി നമ്മളെ ഈ ഒരു KM ഹോളിഡേയ്സിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റും അതേപോലെ തന്നെ ക്ലോസിംഗ് സെറിമണിയും നമ്മളെ ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ്. ഫിനിഷിംഗ് മാത്രം നമ്മളെ ആ ഒരു സ്ട്രെയിറ്റ് റോഡിൽ കേട്ടോ. ഏകദേശം 50 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് ഈ ഒരു ചലഞ്ച്. അപ്പോൾ ഇത് ഒരു റെക്ക റൈഡാണ്. ആ റൂട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക. അടിപൊളി നല്ല റൂട്ടാണ് കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ റൈഡ് കേസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സുഫി, സൈനിങ്.